ഒരു രാത്രി പെയ്ത മഴയാണ് തിരുവനന്തപുരം നഗരത്തെ ഇങ്ങനെയാക്കിയത്. വീടുകളും കച്ചവട സ്ഥാപനങ്ങളും റോഡുകളുമെല്ലാം ഒറ്റ മഴപ്പെയ്ത്തിൽ നിറയുമെന്ന ഗുരുതരമായ സ്ഥിതിയാണ് ഇന്ന് തലസ്ഥാനത്ത്. രാത്രി ഉണർന്നപ്പോൾ നഗരത്തിലെ കാഴ്ചയാണ്. മുക്കോളയ്ക്കലെ വീടുകൾക്കകത്ത് മലിനജലം, അടഞ്ഞ ഓടകളും പൊളിഞ്ഞ റോഡുകളിലെ കുഴികളും നിറഞ്ഞ് കടകൾക്കുള്ളിലേക്കും വെള്ളമെത്തി. രാത്രി 1 മണിക്ക് കയറി ഭയങ്കരമായ ഒരു ഇരപ്പോടുകൂടിയാണ് വീടിനകത്ത് കയറി. അവിടെ നിന്നാണ് വന്നിട്ടുള്ളത് വെള്ളം. സെറ്റ് ആ കട്ടിൽ എല്ലാം ഫുള്ളായിട്ട് നനഞ്ഞ് റൂമിലെല്ലാം കയറി, സകലയിടത്തും കയറി. ഇപ്പോൾ സകല ഇറങ്ങി, കുറച്ച് ദൂരം ഇങ്ങനെ ഇറങ്ങി, പകുതിയോളം ഇറങ്ങി. ഇപ്പം അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ, രാവിലെ ഭയങ്കര വെള്ളം. ഒരു സംവിധാനം ആരും ചെയ്തിട്ടില്ല, വന്ന് നോക്കോലും ചെയ്യില്ലല്ലേ, അത്തരം വരില്ല. ചാല മാർക്കറ്റിലും അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡുകളിലുമെല്ലാം ഒറ്റ മഴ കൊണ്ട് വെള്ളം നിറഞ്ഞു. മഴ മാനത്ത് കേട്ടാൽ വെള്ളം കെട്ടല്ലേ. ഇന്നലെ രാത്രി മഴ പെയ്ത മഴയാണ്. ഈ മഴയത്താണ് ഇത്രയും വെള്ളം കെട്ടിട്ടായിരുന്നു. പാടുകളൊക്കെ മണ്ണ് കയറി മൊത്തം നടത്തി അടുത്തവിടെ പോകുന്നുണ്ട്. വെള്ളം പോകാൻ വഴിയില്ല. വീടിനകത്ത് വെള്ളം കയറിയത് അറിയാമോ? ഇപ്പോൾ നോക്കാൻ വേണ്ടി വന്നത്. എൻ്റെ മോളാണ് താമസിക്കുന്നത്. എല്ലാ വർഷവും ഞാനിവിടെ താമസത്തിന് വന്ന അന്ന് മുതലേ ഇവിടെ വെള്ളക്കെട്ടുണ്ട്. കരിയൽ തോട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമായ നടപടി സ്വീകരിച്ച് കരിയൽ തോടും പാർവതി പുത്തനാറും വൃത്തിയാക്കത്തിടത്തോളം കാലം ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം ഉണ്ടാകാൻ പോണില്ല. ഒരു വേനൽ മഴയിലെ അവസ്ഥ ഇങ്ങനെ. പാതി വഴിയിൽ കിടക്കുന്ന സ്മാർട്ട് സിറ്റിയും തോടുകളിലും ഓടകളിലും മാലിന്യം നിറഞ്ഞതും വരുന്ന കാലവർഷത്തിൽ എന്ത് ദുരിതമുണ്ടാക്കുമെന്ന് കണ്ടറിയണം.